കോൺഗ്രസ് നേതൃത്വവുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്ന് ശശി തരൂർ. രാഹുൽ ഗാന്ധിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് പ്രഖ്യാപനം. പാർട്ടിയും താനും ഒരേ ദിശയിലാണെന്ന് തരൂർ പറഞ്ഞു. എറണാകുളത്ത് നടന്ന മഹാപഞ്ചായത്തിൽ രാഹുൽ ഗാന്ധി അവഗണിച്ചെന്നാരോപിച്ച് തരൂർ നിസ്സഹകരണത്തിലായിരുന്നു. നോബിൾ മാരിക്കാരൻ വിവരങ്ങളുമായി. നോബിൾ, ഇപ്പോൾ പാർട്ടിയും താനും ഒരേ ദിശയിൽ എന്ന് പറയുമ്പോൾ ഇനി തരൂരിൽ നിന്നും വ്യത്യസ്ത പ്രതികരണങ്ങൾ ഉണ്ടാകില്ല എന്ന് ഉറപ്പിക്കാനാകുമോ? കോൺഗ്രസ് നേതൃത്വവുമായി ശശി തരൂർ ഉടക്കി നിൽക്കുകയായിരുന്നു. പ്രധാനമായും കൊച്ചിയിലെ മഹാപഞ്ചായത്തിന് പിന്നാലെയാണ് തരൂർ വലിയ തരത്തിൽ അതിർത്തിയിലേക്ക് പോയത്. അന്ന് രാഹുൽ ഗാന്ധി ഒരു തരത്തിലുള്ള പരിഗണന നൽകിയില്ല എന്ന പരാതി ഉണ്ടായിരുന്നു. എന്താണെങ്കിലും ഇതിപ്പോൾ പാർലമെന്റ് അകത്ത് വെച്ചെന്ന് രാഹുൽ ഗാന്ധി ഒപ്പം മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ള നേതാക്കളുമായി ശശി തരൂർ കൂടിക്കാഴ്ച നടത്തി. 2 മണിക്കൂറിനടുത്ത് കൂടിക്കാഴ്ച നീണ്ടു എന്നാണ് തരൂർ തന്നെ വ്യക്തമാക്കുന്നത്. വിശദമായി കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് എന്ന് അറിയാൻ കഴിയും. തന്റെ പരാതികൾ എല്ലാം കൃത്യമായി തന്നെ തരൂർ പറഞ്ഞിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്താണെങ്കിലും ഇപ്പോൾ നടന്നിരിക്കുന്നത് വലിയ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് കൂടിക്കാഴ്ചയാണ് എന്ന് തരൂർ തന്നെ പ്രതികരിക്കുന്നു. രാഹുൽ ഗാന്ധിയുമായി നടന്ന ക്രിയാത്മകമായ ചർച്ചയാണ്. 2 മണിക്കൂർ എല്ലാം തുറന്ന് സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ട്. താനും പാർട്ടിയും ഒരേ ദിശയിൽ ആണ് എന്ന് തരൂർ വ്യക്തമാക്കുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്ന ശശി തരൂരിന്റെ വീടിന് മുന്നിലാണ്. അല്പം മുമ്പാണ് അദ്ദേഹം വീട്ടിലേക്ക് എത്തിയത്. പക്ഷേ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. എന്താണെങ്കിലും കോൺഗ്രസുമായി പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കം അടുത്തിരിക്കുന്ന സമയമാണ്. തരൂർ ഉടക്കി നിൽക്കുന്ന പാർട്ടിക്ക് വലിയ തരത്തിൽ തിരിച്ചടിയാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് രാഹുൽ ഗാന്ധി അടക്കം നേരിട്ട് തരൂരുമായി സംസാരിക്കാനുള്ള ഒരു അവസരം ഇന്നിപ്പോൾ ഉണ്ടാക്കി. അത്തരത്തിൽ കൂടിക്കാഴ്ച പാർലമെന്റ് അകത്ത് വെച്ച് നടക്കുകയും ചെയ്തിരിക്കുന്നത്. തീർച്ചയായും കോൺഗ്രസ് സംബന്ധിച്ച് ഇപ്പോഴത്തെ പ്രശ്നപരിഹാരത്തിന് ഏറെ സഹായകരമായിട്ടുണ്ട് ഈ കൂടിക്കാഴ്ച എന്നാണ് നമുക്ക് വിവരം തരൂരിന്റെ വാക്കുകൾ നോക്കുമ്പോൾ മനസ്സിലാവുകയും ചെയ്യുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലടക്കം തരൂർ സജീവമാകും എന്ന സൂചനയാണ് ഇപ്പോൾ നൽകുകയും ചെയ്തിരിക്കുന്നത്. എന്താണെങ്കിലും ശശി തരൂരും കോൺഗ്രസ് തമ്മിലുള്ള പ്രശ്നം ഇപ്പോൾ താൽക്കാലികമായി അവസാനിച്ചിട്ടുണ്ട് എന്ന് തന്നെ ഈ കൂടിക്കാഴ്ച നമുക്ക് വ്യക്തമാണ്. എന്താണെങ്കിലും വരും ദിവസങ്ങളിൽ ഇനിയിപ്പോൾ തരൂർ ഏത് തരത്തിലായിരിക്കും കോൺഗ്രസുമായി അടുത്ത് സഹകരിച്ച് പ്രവർത്തിക്കുക എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ തരൂരിന്റെ സാന്നിധ്യം അത് പാർട്ടിക്ക് ഏറെ ഗുണം ചെയ്യും. അത്തരത്തിൽ ഗുണം ചെയ്യാൻ പോകുന്ന തരത്തിലുള്ള കൂടിക്കാഴ്ചകളാണ് ഇന്നിപ്പോൾ ഉണ്ടായത്. പ്രധാനമായും നേരത്തെ മഹാപഞ്ചായത്തുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി നേതാക്കളോട് തന്നെ വ്യക്തമാക്കിയത് തരൂരിനെ താൻ അവഗണിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു. എന്താണ് തരൂരിന് നൽകിയ ഉറപ്പ് എന്നുള്ള വിവരങ്ങൾ കൂടി ഇനി പുറത്തു വരാനുണ്ട്. ഏതായാലും ഇനി വ്യത്യസ്ത സ്വരം ഉണ്ടാകില്ല എന്ന സൂചനയാണ് ഇപ്പോൾ തരൂർ നൽകുന്നത് രാഹുലുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം.